വീഡിയോയുടെ തംബ്നെയിലും ടാഗ്ലൈനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് നവംബറിലാണ്. അപ്പോൾ നമ്മൾ യാമ്പൂലുണ്ടായിരുന്ന ടൈമിലുണ്ടായിരുന്ന വ്ളോഗാണിത്. പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒന്നിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഡെയിലി ഷൂട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അതേപോലെ തന്നെ അപ്ഡേറ്റ് ആവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ അതൊന്നും ചെയ്യാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ഔട്ടിങ് പോലെ വൈകുന്നേരം പോയിട്ട് നമ്മൾ നൈറ്റൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അത്രയും നമ്മൾ ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പേരും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ പണി എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഈ വണ്ടിയിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഹൈസുവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയാണ്. നമ്മൾ പോയത് അതുപോലെ നല്ല അടിപൊളി സ്ഥലത്തായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ വഴിതെറ്റിയൊക്കെ അങ്ങ് എത്തിയെങ്കിലും നമുക്ക് റിഗ്രറ്റ് ഒന്നും വന്നില്ല. കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചും അതേപോലെ തന്നെ അവരുടെ പാർക്ക് സെറ്റിങ്സൊക്കെ കിടിലായിരുന്നു. ചെന്ന പാടെ 3 മക്കളും കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് നോക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉള്ളൂ. കാരണം ഹൈസ് നിന്ന് നിപ്പിൽ ഓടിക്കളയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അവനെ നോക്കണം. അവനോട് കളിക്കാനും അവനെ നോക്കാനും ഒക്കെ 2 ഇത്തമാരോടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ കുറേ ഓടി അങ്ങ് ക്ഷീണിച്ചപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയായിരുന്നു. അവിടെ വന്നിരുന്നപ്പോഴും ഹൈസും മോളും കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ചു. അപ്പോൾ ഇത്ര നല്ല പോപ്കോണും ചായയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മളവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. വ്ളോഗ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെറുതെ ഇരിക്കുമ്പോൾ മൂത്ത ആളുടെ കണ്ണിലൊരു സംഭവം പെട്ടു. അവിടെ നമുക്ക് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് ആക്ച്വലി പാർക്കിലെ റൈഡാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പണ്ടൊക്കെ ഞാനത് കണ്ടിട്ടുള്ളത് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്യുന്നൊരു ഐറ്റമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. അവിടെ ഇരുന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവൾക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവൾ ഇവിടെ നിന്ന് കളിക്കുകയാണ്. കാരണം ഈ ഒരു ഏജിലുള്ളവർക്ക് മാത്രമേ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി കുറേ നടന്ന് ടയേർഡായതുകൊണ്ട് അവിടെ മാറി സൈഡിലോട്ട് പോയിരുന്നു. അപ്പോൾ മോനും ഇക്കായും കൂടെ ആയിട്ട് ഈ ഒരു വണ്ടിയിൽ കയറി കളിക്കുകയാണ്. ഞാൻ മുന്നേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട് അവനിത് കണ്ടാൽ അപ്പം കയറണം. അപ്പോൾ ഞാൻ ആ സൈഡിലിരുന്ന് വെറുതെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഓർഡർ ചെയ്ത മന്തിയായിരുന്നു. അപ്പം ഇളയ ആൾ ഓൾറെഡി ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളെ സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ മന്തിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നേരെ വീട്ടിലോട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഫുള്ളി ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗിൽ. അടുത്ത വ്ളോഗിൽ